നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു അറിയാതിരിക്കാൻ ഇവരൊക്കെ അത് മറച്ചു വയ്ക്കുകയായിരുന്നു. അവനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഞങ്ങൾക്ക്. സൗകര്യമുള്ള ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് അവനൊരു വിവാഹം നടക്കണം. ഇവള് കാരണം അത് നടക്കില്ലെന്നാ തോന്നുന്നേ. ഇവരീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഹരീഷിനെ എനിക്കിഷ്ടമായിരുന്നു. ഹരീഷിന് എന്നെയും ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. അമ്മ പറഞ്ഞു നമുക്ക് മോഹിക്കാൻ പറ്റിയ ബന്ധമല്ലെന്ന്. അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ, ഹരീഷിനോട് പറഞ്ഞതുമാണ്. എന്നിട്ട് ഇന്ന് കണ്ടതോ? ഇന്ന് കണ്ടതും അത് പറയാൻ വേണ്ടി തന്നെയാ. എല്ലാം മറന്ന് എല്ലാം ഉപേക്ഷിച്ച് അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഹരീഷിനോട് പറഞ്ഞു. രാജുവേട്ടാ, എനിക്ക് ശ്രീയെ ഇഷ്ടമാണ്. അമ്മയെന്നല്ല, ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും ഞാൻ ശ്രീയെ കല്യാണം കഴിക്കും. ശ്രീയെ മാത്രമേ കല്യാണം കഴിക്കൂ. ചെറുക്കന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇത്രയല്ലേ വളർന്നോളൂ, എന്നിട്ട് അവന്റെ സംസാരം കേട്ടില്ലേ? ഇട ഞങ്ങൾ ഈ പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നന്മയ്ക്ക് വേണ്ടി? പണം മാത്രമാണ് അമ്മയുടെ നന്മ. പണത്തിന് വേണ്ടിയിട്ടാ അമ്മ ശ്രീയെ തള്ളി പറയുന്നേ. എനിക്ക് സ്വത്തും പണം ഒന്നും വേണ്ട, ശ്രീയെ മതി. രാജുവേട്ടാ, ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാവണം. പണത്തിന് വേണ്ടി ഈ ബന്ധത്തെ തള്ളി പറയുന്ന എന്റെ അമ്മയുടെ വാക്ക് നിങ്ങൾ മുഖവിലക്കെടുക്കരുത്. പിന്നെ അച്ഛനോടും അമ്മയോടുമായിട്ട് പറയുക, ഒന്നുകിൽ നിങ്ങളുടെ സമ്മതത്തോടെ എന്റെയും ശ്രീയുടെയും വിവാഹം നടക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവും. നോക്കിക്കോ. അങ്ങനെ വേണ്ടി വന്നാ പിന്നെ അച്ഛനുമായോ അമ്മയുമായോ ഒരു ബന്ധം ഉണ്ടാവില്ല. കണ്ടില്ലേ ചെക്കന്റെ അഹങ്കാരം? രാധമ്മയ്ക്ക് ഇതിലൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ രുക്മിണിയമ്മേ? പലവട്ടം ഞാൻ രുക്മിണിയമ്മയുടെ ഇതിനെ കുറിച്ച് സംസാരിച്ചതല്ലേ, എന്നിട്ടും ഒരു കരയിലും എത്തിയില്ലല്ലോ. അമ്മ വാ, അച്ഛനും വാ, ഇതിനൊരു കരയിൽ എത്തിക്കാൻ പറ്റുമോ നോക്കാം. ഇത് നടക്കാൻ രാജുവും ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഞാൻ എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത്? പറയാം. ആദ്യം ഇതൊരു കരയ്ക്ക് അടുക്കുമോ നോക്കട്ടെ. വാ അച്ഛാ, വാ അമ്മേ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.